അക്കാഡമിയുടെ കേട്ടറ്റ് ഹിന്ദി കോച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോസ് അക്കാഡമിയിൽ കേട്ടറ്റ് ഹിന്ദി, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഇംഗ്ലീഷ്, മലയാളം, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ കോച്ചിങ് നൽകി വരുന്നു. ഇത്തവണത്തെ കേട്ടറ്റ് കാറ്റഗറി 3 ഹിന്ദിയുടെ എക്സാമിൽ ചോദിച്ച ചില ചോദ്യങ്ങളിലൂടെ ഏതൊക്കെ ഭാഗങ്ങളാണ് കേട്ടറ്റ് എക്സാമിനെ അഭിമുഖീകരിക്കാനായി നാം പഠിച്ചിരിക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയുള്ള ഒരു പഠന രീതിയാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളും, അതോടൊപ്പം ഇത്തവണ ചോദിച്ച ഏതാനും ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. കേട്ടറ്റ് കാറ്റഗറി 3 ഹിന്ദിയിൽ ധാരാളം ചോദ്യങ്ങൾ ഹിന്ദി നിബന്ധ്, കഹാനി, നാടക്, ആത്മകഥ, ഉപന്യാസ് എന്നീ ഭാഗങ്ങളിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവയിൽ ചിലത് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, അശോക് കെ ഫൂൽ, കുടജ് ആദി നിബന്ധോं രചനാകാർ കോൻ ഹെ? ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത് വിദ്യാനിവാസ് മിശ്ര, രാംവിലാസ് ശർമ്മ, മഹാവീർ പ്രസാദ് ദ്വിവേദി, ഹസാരി പ്രസാദ് ദ്വിവേദി എന്നിവയാണ്. അശോക് കെ ഫൂൽ, കുടജ് തുടങ്ങിയവ എസ്സേകളാണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ രചനാകാരായിട്ടുള്ളത് ഹസാരി പ്രസാദ് ദ്വിവേദിയാണ്. അശോക് കെ ഫൂൽ, കുടജ് ആദി നിബന്ധോं രചനാകാർ ഹെ ഹസാരി പ്രസാദ് ദ്വിവേദി. അടുത്ത ക്വസ്റ്റ്യൻ, ജാദു നഹീം കവിത കാവ്യസംഗ്രഹ കി ലേഖിക? നിർമ്മല പുതുൽ, കാത്യായനി, അൽക്ക സരാവഗി, അനാമിക. ഇത്രയുമാണ് ഓപ്ഷനിൽ നൽകിയിരിക്കുന്നത്. ജാദു നഹീം കവിത എന്ന കാവ്യസംഗ്രഹത്തിൻ്റെ ലേഖികയാണ് കാത്യായനി. കറക്റ്റായിട്ടുള്ള ഉത്തരം കാത്യായനിയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ രചനാകാരനെയാണ് പരിചയപ്പെട്ടതെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ലേഖികയാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേവകീനന്ദൻ ഖത്രിക ഉപന്യാസ് അങ്കൂട്ടി കാ നഗീന, ഗുപ്തചർ, ചന്ദ്രകാന്ത, രംഗഭൂമി. ദേവകീനന്ദൻ ഖത്രയുടെ ഉപന്യാസത്തിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ചന്ദ്രകാന്ത എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. രചനാകാരനെ നൽകിയിട്ട് രചനയുടെ പേരാണ് ഈ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫണീശ്വർനാഥ് രേണു കാ ഉപന്യാസ് മൈല ആഞ്ചൽ കിസ് പ്രകാർ കാ ഹെ? ഓപ്ഷൻസ് മനോവൈജ്ഞാനിക്, ആഞ്ചലിക്, തിലസ്മി, രാജനീതിക്. ശരിയായിട്ടുള്ള ഉത്തരം ആഞ്ചലിക് ആണ്. ഫണീശ്വർനാഥ് രേണുവിൻ്റെ ഉപന്യാസമായിട്ടുള്ള മൈല ആഞ്ചൽ എന്ന് പറയുന്നത് ആഞ്ചലിക് ഉപന്യാസമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനകത്ത് ആ രചനയുടെ പ്രത്യേകത എന്താണ് എന്നുള്ള രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പൂസ് കി രാത് കെ കഹാനികാർ കി ഓർ എക് കഹാനി ഹേ? ഓപ്ഷൻസ് ആശീർവാദ്, ഈദ്ഗാഹ്, മധുവ, മൽബേ കാ മാലിക്. പൂസ് കി രാത്ത് എന്ന രചനയുടെ കഹാനികാരൻ്റെ മറ്റൊരു രചന ഏതാണ്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ പൂസ് കി രാത്ത് എന്ന് പറയുന്ന രചന ആരുടേതാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം പ്രേംചന്ദിൻ്റെ രചനയാണ് പൂസ് കി രാത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചന ഏക് ഓർ കഹാനി ഹേ, ഓർ കഹാനി എന്ന് പറയുന്നത് ഈദ്ഗാഹ് ആണ്. പൂസ് കി രാത്ത് എഴുതിയതുപോലെ തന്നെ പ്രേംചന്ദിൻ്റെ മറ്റൊരു കഹാനിയായ ഈദ്ഗാഹ് ആണ് ഓപ്ഷനിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ശരിയായ ഉത്തരം. വ്യത്യസ്തമായൊരു രീതിയിലുള്ള ചോദ്യമായിരുന്നു അത്. അടുത്ത ക്വസ്റ്റ്യൻ, बाणभट्ट की आत्मकथा नामक उपन्यास के रचनाकार? ऑप्शंस हजारी प्रसाद द्विवेदी, महावीर प्रसाद द्विवेदी, जैनेन्द्र कुमार, വൃന്ദാവൻ ലാൽ വർമ്മ. ശരിയായ ഉത്തരം ഹസാരി പ്രസാദ് ദ്വിവേദിയാണ്. ബാണഭട്ട് കി ആത്മകഥ എന്ന ഉപന്യാസിൻ്റെ രചനാകാർ ഹസാരി പ്രസാദ് ദ്വിവേദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാംചന്ദ്ര ശുക്ല കാ നിബന്ധ സംഗ്രഹ് ഹേ? ഓപ്ഷൻസ് പ്രബന്ധ് പ്രതിഭ, വിചാർ പ്രവാഹ്, ചിന്താമണി, വിചാർ ഔർ അനുഭൂതി. ശരിയായ ഉത്തരം ചിന്താമണിയാണ്. രാംചന്ദ്ര ശുക്ലിൻ്റെ നിബന്ധ സംഗ്രഹമാണ് ചിന്താമണി. അടുത്ത ക്വസ്റ്റ്യൻ, ലാല ശ്രീനിവാസ് ദാസ് കി രചന പരീക്ഷാ ഗുരു കിസ് കോടി മേ ഹേ? ഓപ്ഷൻസ് കവിത, കഹാനി, നിബന്ധ്, ഉപന്യാസ്. ഈ ചോദ്യത്തിനകത്ത് രചനാകാരനെയും രചനയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള രചനയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലാല ശ്രീനിവാസ് ദാസ് എന്ന രചനാകാരൻ്റെ പരീക്ഷാ ഗുരു എന്ന രചന ഒരു ഉപന്യാസാണ്. അപ്പോൾ ശരിയായ ഉത്തരം ഉപന്യാസ് എന്നുള്ളതാണ്. പരീക്ഷാ ഗുരു ഉപന്യാസാണ്. ആരുടേതാണ്? ലാല ശ്രീനിവാസ് ദാസിൻ്റെ രചനയാണ്. അടുത്ത ചോദ്യം നോക്കാം. രാജേഷ് ജൈൻ ദ്വാര ലിഖിത് കോയല ചല ഹംസ് കി ചാൽ കിസ് വിധ കി രചന ഹെ? മുൻപ് പരിചയപ്പെട്ടതുപോലെ തന്നെയുള്ള ഒരു ചോദ്യമാണിത്. ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത് കവിത, ഉപന്യാസ്, നാടക്, കഹാനി എന്നിവയാണ്. രാജേഷ് ജൈൻ എഴുതിയ കോയല ചല ഹംസ് കി ചാൽ എന്ന് പറയുന്നത് ഒരു നാടകാണ്. അപ്പോൾ ശരിയായ ഉത്തരം നാടക്. അടുത്ത ചോദ്യം, ഏക് കഹാനി യഹ് ഭി കി ലേഖിക? ഓപ്ഷൻസ് മന്നു ഭണ്ഡാരി, മൈത്രേയി പുഷ്പ, ചിത്ര മുദ്ഗൽ, മൃദുല ഗർഗ്. ഏക് കഹാനി യഹ് ഭി എന്ന രചനയുടെ രചനാകാരായിട്ടുള്ള ലേഖിക ആരാണ്? മന്നു ഭണ്ഡാരിയാണ് ശരിയായ ഉത്തരം. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ചോദ്യങ്ങളൊക്കെ
നിബന്ധ്, കഹാനി, നാടക്, ആത്മകഥ, ഉപന്യാസ് തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ടവയായിരുന്നു. അതുപോലെ തന്നെ ഭക്തികാര്യവുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ഒന്നിൽ കൂടുതലായിട്ട് ആവർത്തിച്ച് കണ്ടിരുന്നു. ചോദ്യം ഇങ്ങനെയാണ്: ഇൻമേം കിസ്കി ഭക്തി ഭാവന സേവ്യ സേവക് കീ ഥി? ഓപ്ഷൻസ്: കബീർദാസ്, സൂർദാസ്, തുളസീദാസ്, കേശവദാസ്. നമുക്കറിയാം സേവ്യ സേവക് ഭക്തി ഭാവന ആരുടേതാണെന്ന്. തുളസീദാസിൻ്റേതാണ്. അപ്പോൾ ശരിയായ ഉത്തരം തുളസീദാസ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം ഭക്തികാലുമായിട്ട് ബന്ധപ്പെട്ടത്: സത്സയ്യ കെ ദോഹെ ജൊംനാവക് കെ തീർ യഹാം വർണ്ണിത് സത്സയ് കെ ദോഹോं के രചയിത? ഓപ്ഷൻസ്: കബീർദാസ്, രൈദാസ്, ഘനാനന്ദ്, ബിഹാരി. നമുക്കറിയാം ബിഹാരിയെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന്. ബിഹാരിയുടെ ദോഹയാണ് സത്സയ്യ കെ ദോഹെ ജൊംനാവക് കെ തീർ എന്ന് പറയുന്നത്. അപ്പോൾ ശരിയായ ഉത്തരം ബിഹാരി എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദോഹെ ചൗപ്പായിയോ മേം അവധി ഭാഷ में लिखा गया ग्रंथ? ഓപ്ഷൻസ്: കവിപ്രിയ, കാവ്യനിർണയ, പത്മാവത്, കവിതാ കലാപ്. ശരിയായ ഉത്തരം പത്മാവതാണ്. ദോഹ ചൗപ്പായിയോ മേം അവധി ഭാഷ में लिखा गया ग्रंथ है പത്മാവത്. അടുത്ത ക്വസ്റ്റ്യൻ: കബീർദാസ് की गणना किस कोड़ी में है? ഓപ്ഷൻസ്: സൂഫി കവി, സന്ത് കവി, രാംഭക്ത് കവി, കൃഷ്ണഭക്ത് കവി. നമുക്കറിയാം കബീർദാസ് സന്ത് കവിയാണ്. സന്ത് കവിയായിട്ടാണ് നമ്മൾ കബീർദാസിനെ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇൻമേം സൂർദാസ് കാ ഗ്രന്ഥ് ഹെ? ഓപ്ഷൻസ്: കൃഷ്ണഗീതാവലി, ശ്യാം സഗായി, സാഹിത്യലഹരി, രുക്മിണി മംഗൾ. ശരിയായ ഉത്തരം സാഹിത്യലഹരിയാണ്. സൂർദാസിൻ്റെ ഗ്രന്ഥങ്ങളായിട്ടുള്ള സൂർ സാഗർ, സൂർ സാരാവലി, സാഹിത്യലഹരി എന്നിവ നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കാണ് ഭാഷാ പരിവാറുമായിട്ട് ബന്ധപ്പെട്ടത്. ഭാഷാ പരിവാറുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നിലധികം ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻമേം പശ്ചിമി ഹിന്ദി കെ അന്തർഗത് ഹെ? ഓപ്ഷൻസ്: രാജസ്ഥാനി, ഖടി ബോലി, അവധി, ഭോജ്പുരി. ശരിയായ ഉത്തരം ഖടി ബോലിയാണ്. പശ്ചിമി ഹിന്ദിയുടെ ബോലികൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് ഓപ്ഷനിൽ നിന്നും എടുത്തെഴുതാവുന്നതാണ് ഖടി ബോലി. പശ്ചിമി ഹിന്ദിയുടെ 5 ബോലികൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണവ? ഖടിബോലി കൂടാതെ തന്നെ ഖടിബോലിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്. ഖടിബോലി യാ കൗരവി, ഹരിയാണവി യാ ബാങ്കരു, ബ്രജ്, ബുന്ദേലി ഔർ കനൗജി. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും നമ്മൾ പലതവണയായിട്ട് കണ്ടിട്ടുണ്ട്. മറ്റൊരു ചോദ്യമാണ്: സാഹിത്യക് പിംഗൾ സെ ജുഡി ഭാഷ കോൻസി ഹെ? ഓപ്ഷൻസ്: രാജസ്ഥാനി, ബ്രജ്, അവധി, മൈഥിലി എന്നിവയാണ്. ഇതിൽ നിന്നും സാഹിത്യക് പിംഗളുമായിട്ട് ബന്ധപ്പെട്ട ഭാഷയാണ് രാജസ്ഥാനി ഭാഷ. അപ്പോൾ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളും നമ്മൾ ക്വസ്റ്റ്യൻസിനകത്ത് കണ്ടുവരുന്നു. അപ്പോൾ ഒരു രചന പഠിക്കുമ്പോൾ അതിലെ പ്രതിപാദ്യ വിഷയം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ രചനാകാർ അല്ലെങ്കിൽ ലേഖിക ആരാണെന്നും അതിൻ്റെ പ്രകാശൻ ഒരു പക്ഷേ അങ്ങനെയും ചോദിക്കാം. അപ്പോൾ പൊതുവായിട്ടുള്ള ഒരു പഠന രീതി എന്ന് പറയുന്നത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വിഷയത്തെ എടുത്ത് അതിനെ വിശദമായിട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു പഠന രീതി ആയിരിക്കേണ്ടത്. രചനകളിലെ പ്രതിപാദ്യ വിഷയം പഠിക്കാനായിട്ട് പറയാൻ കാരണം അതുപോലൊരു ക്വസ്റ്റ്യൻ ആവർത്തിച്ചിരുന്നു. ഉഷാ പ്രിയംവദ की कहानी वापसी में गजाधर बाबू अपने घर वापस आकर भी दुखी था क्यों എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതിൻ്റെ ഓപ്ഷനായിട്ട് നൽകിയിരിക്കുന്നത് മഹാമാരി കാ പ്രകോപ് था, ऑप्शन बी उसे अपने घर वालों से तिरस्कार का अनुभव होने लगा, ऑप्शन सी उसे अपना घर बेचना पड़ा, ऑप्शन डी वह अपने घर में अकेला था. ഉഷാ പ്രിയംവദയുടെ കഹാനിയായ വാപ്പസിയിൽ പ്രധാന കഥാപാത്രമായ ഗജാധർ ബാബു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ടും ദുഃഖിയായിരിക്കാൻ അല്ലെങ്കിൽ ദുഃഖിതനായിരിക്കാനായിട്ടുള്ള കാരണമെന്ത്? അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്തായിരുന്നു? ഉസേ അപ്പനെ ഘർവാലോസെ തിരസ്കാർ കാ അനുഭവ് ഹോനെ ലഗ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം അറിയണമെങ്കിൽ നമുക്ക് ആ കഥ എന്താണെന്നും അതിലെ പ്രധാന കഥാപാത്രം ആരാണെന്നും അതുപോലെ തന്നെ പ്രതിപാദ്യ വിഷയം എന്താണെന്നുമൊക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫണീശ്വർനാഥ് രേണുവിൻ്റെ ഉപന്യാസത്തിനകത്ത് അത് എപ്രകാരമുള്ള ഒരു ഉപന്യാസമാണെന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. ആഞ്ചലിക് ഉപന്യാസം എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഒരു രചനയെക്കുറിച്ച് വിശദമായിട്ട് തന്നെ കാര്യമായിട്ട് തന്നെ പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ആൻസർ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ.
മുൻ വർഷങ്ങളിലായിട്ട് ആവർത്തിച്ചു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നിബന്ധ, കഹാനി, നാടക്, ആത്മകഥ, ഉപന്യാസ്, അതുപോലെ തന്നെ ഭക്തികാലമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ഭാഷാ പരിവാറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇവയൊക്കെ നമ്മൾ മുൻ വർഷങ്ങളിലും കണ്ടുവരുന്നവയാണ്. ഒരു കഥയോ കവിതയോ ഉപന്യാസമോ എന്തുമാവട്ടെ, അത് പഠിക്കുമ്പോൾ അതിനകത്തെ ക്യാരക്ടേഴ്സിനെ കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്യാരക്ടേഴ്സിനെ അറിഞ്ഞിരിക്കുക, ആ രചനയുടെ പേര്, അതിലെ പ്രതിപാദ്യ വിഷയം എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇങ്ങനെ വിശദമായിട്ടുള്ളൊരു പഠനത്തിലൂടെ നമുക്ക് കേട്ടറ്റ് നേടിയെടുക്കാമാവും. അടുത്ത കേട്ടറ്റ് പരീക്ഷയ്ക്കായി ഒരുങ്ങുന്നതിന് മുൻപേ ഇപ്രകാരമുള്ളൊരു പഠന രീതിയാവട്ടെ നമ്മുടേത് എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി.